ഹലോ, വെൽക്കം ബാക്ക് ടു ആർട്ട് ഓഫ് ബീങ് ഹാപ്പി. ഇന്നലെ ഞാനൊന്ന് ഡൗൺ ആവുന്ന പോലെ തോന്നി. ഞാൻ പെട്ടെന്ന് തന്നെ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ആ സിറ്റുവേഷനിൽ നിന്ന് മാറി പുറത്ത് പോയി ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോഴത്തേക്ക് എൻ്റെ മൂഡെല്ലാം മാറി. ഐ ഫെൽറ്റ് സോ റിലാക്സ്ഡ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇഫ് വി ഫീൽ ദറ്റ് സംതിങ് ഈസ് നോട്ട് റൈറ്റ്, ജസ്റ്റ് സ്റ്റേ ദ സറൗണ്ടിങ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ജാഗരി റൈസ് ബോൾ അഥവാ റൈസ് ലഡു അല്ലെങ്കിൽ അരിയുണ്ടയുടെ റെസിപ്പിയാണ്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് റെഡ് റൈസ് എടുത്ത് നന്നായി കഴുകി ഉണക്കി നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഏകദേശം ഒരു 3/4 അളവിൽ ജാഗരി അഥവാ ശർക്കര എടുത്തിട്ടുണ്ട്. ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ ജാഗരി റൈസ് ബോൾ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഈ റൈസിനെ അടുപ്പിൽ വെച്ച് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനൊരു പാൻ ചൂടാക്കി അതിലേക്ക് നേരത്തെ കഴുകി ഉണക്കി വെച്ചിരുന്ന അരി ഇട്ട് കൊടുക്കുന്നു. അരി ഇട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശം 8-9 മിനിറ്റായി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അരിയിട്ട് നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് റോസ്റ്റ് ചെയ്യുമ്പോൾ ഫ്ലെയിം ഹൈയിലായിരിക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്താൽ മതി. ഇനി നമുക്കിത് തണുക്കാൻ വയ്ക്കാം. തണുത്ത് കഴിയുമ്പോൾ ഇതിനെ പൊടിച്ചെടുക്കാം. നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് തണുക്കാൻ വെച്ചിരുന്ന അരി ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ശർക്കരയും തേങ്ങയും കൂടെ ചെറുതായി ഒന്ന് കോഴ്സായിട്ട് ഗ്രൈൻഡ് ചെയ്ത് അത് ഇതിൽ കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ബോൾസ് ആക്കി എടുക്കണം. പൊടിച്ചെടുത്ത അരിയും പിന്നെ കോഴ്സായി ഗ്രൈൻഡ് ചെയ്ത കോക്കനട്ടും ജാഗരിയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഞാൻ ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ജാഗരി റൈസ് ബോൾസ് റെഡിയായി. വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് എത്ര പെട്ടെന്ന് ടേസ്റ്റി ആയ ഒരു സ്വീറ്റ് ഡിഷ് ഉണ്ടാക്കിയെന്ന് കണ്ടില്ലേ? ഈ റെസിപ്പിയുടെ ബ്യൂട്ടി തന്നെ അതിൻ്റെ സിംപ്ലിസിറ്റിയാണ്. ഇത് നമുക്ക് വീണ്ടും മനസ്സിലാക്കി തരുന്നത് സിംപ്ലസ്റ്റ് തിങ്സ് ആർ ഓൾവേസ് ദ ബെസ്റ്റ് എന്നാണ്. ഇത് വേഗൻ ആണ്, gluten free ആണ്, and it's a wonderful gift from your kitchen. Do try it out. It will not disappoint you. Thanks for watching. See you later. Bye bye.